ഇപ്പൊ ഈ ചൊന്നെതിരെ അർത്ഥം എന്തിരെ ഔത്തുൽ ഓതണ്ടല്ല, ഔത്തുൽ ഓതുറതും എൻകറേജ് ആക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. ഖുർആൻ ഔത്തുൽ ഓതുറതും എൻകറേജ് ആക്കിയത് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കണ്ട് ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഔത്തറെ നിങ്ങൾ മഖബറാക്കണ്ട, ഖബർസ്ഥാനാക്കണ്ട. എന്റെ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലത്തി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. എന്തിക്ക് ഖബർസ്ഥാനാക്കണ്ട ಅಂತ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെ ഔത്തുൽ നിങ്ങൾ ഖുർആൻ ഓതുന്നു, സൂറത്തുൽ ബഖറ ഓതുരെ ഔത്തുൽ നിന്ത് ശൈത്താൻ ഓടിയ പോണ്ട ಅಂತ ಇತ್ತಿಕ್ರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അപ്പൊ ഔത്തുൽ ശൈത്താൻ ബറാണ്ടിക്കൊന്നു ഉണ്ടായെങ്കിൽ, ശൈത്താൻ ഔത്തുൽ ഓടുപാട്ടൊന്നു ഉണ്ടായെങ്കിൽ സൂറത്തുൽ ബഖറ സ്പെഷ്യലി ഓതുന്നു. അതേപോലെ അതല്ലാത്ത സൂറത്തും ഞങ്ങൾ ഖുർആൻ ഓതുற ഒരു ശൈലി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണായി ഒരു കാര്യം എത്തിക്കരുത്. അപ്പൊ ഈ ഹദീസിൽ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാവും അല്ലെ. ഒന്നെന്തിരെ ഔത്തുൽ ഖുർആൻ ഓതുന്നു ಅಂತ ചൊല്ലുறது, രണ്ടാമത്തെ എന്തിരെ ഖബർസ്ഥാനത്തിൽ ഖുർആൻ ഓതുകില്ല ಅಂತ ചൊല്ലുறது. എത്ര സ്പഷ്ടമായ ഹദീസ്, സ്വയം മുസ്ലിമിലുള്ള ഹദീസ് അല്ലേ. ഇണ്ടെന്താക്കിറാറ് ഖുറാഫിമാർ അല്ലെ, എന്താക്കറേ ആ ഖബർസ്ഥാനത്ത് പോയിട്ട് മയ്യത്തിനെ ദുർദ്ദേശിച്ച് ഖുർആൻ ഓതുറി, ഖബറിന്റെ എതിർന്ന് പോയിട്ട് ഖുർആൻ ഓതുറി. ഒരു ഖത്ത തീർക്കണമല്ല, ಅದಕ್ಕೆ വേണ്ടിയിട്ട് ടെൻറ്റെല്ലാം കെട്ടിട്ട്, പ്രത്യേകമായ ടെൻറ്റെല്ലാം കെട്ടിട്ട് അവിടെ വെച്ചിട്ട് ഉസ്താദ്മാർ ദെപ്പാട്ടിട്ട് ഖുർആൻ ഓതുറി. ഉസ്താദ്മാർ ഈ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ മനസ്സിലുള്ളതിരെ ഇപ്പൊ കിട്ടു ഇത്ര റാസി കാസ് കീസേക്ക് നൊറിക്കൂ അല്ലെ, അങ്ങത്രമേ ഉള്ളി. റസൂല സഹാബിരംഗമ ആറും പഠിപ്പാട്ടാത്തെ തനിച്ച ബിദാത്തെ ഇട്ടിക്കുന്നത് ഖബർസ്ഥാനത്തോടെ പോയിട്ട് ഖുർആൻ ഓതുക. ആ ഖുർആൻ ഓത്തലും മയ്യത്തിറക്കി എന്തും കിട്ടില്ല, ഒരു ഹദീസും ഇല്ല. ഖബർസ്ഥാനത്തിൽ ഖുർആൻ ഓതുறது ഉണ്ടുണ്ടായി പിന്നെ റസൂൽ ഇങ്ങനെ ചൊല്ലണ്ടല്ലേ അല്ലെ, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഔത്തറ മഖബറാക്കണ്ടാണ്ട് നബി എന്തൊക്കെ ചൊന്നരെ മഖബറല് ഖുർആൻ ഓത്തില്ല, ഖുർആൻ ഓത്തില്ല. അങ്ങനെ ഔത്തറ ഖുർആൻ ഓത്തില്ലാത്ത വാക്കണ്ടാണ്ട് ഇത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. ഇത്തരം ഒരു ചെറിയ ആലോചന ഇല്ലാണ്ടായി പോയ ഒരു സമൂഹത്തെ ഇടയിലേറ്റിക്കറ് ഞങ്ങൾ ജീവിച്ചോല്ലേ ചൊല്ലി നാം മനസ്സിലാക്കണം. ഈ ഹദീസ് ഈ ഹദീസുള്ള ആൾമാർക്ക് ചൊന്നു കൊടുക്കില്ല. എപ്പത്തും ഒരു സക്കാഫിയും ഒരു സുന്നി മൊയിലാറും എന്താക്കില്ല ഇങ്ങനത്തെ ഹദീസെല്ലാം ചൊന്നു കൊടുക്കില്ല. കാരണം ഇത് കീസരെ കാസു പോണ്ടതായ സ്വറയിട്ടിക്ക് ഈ ഹദീസെല്ലാം ചൊന്നുണ്ടായി. അപ്പൊ എനിക്ക് കിട്ടണു കൊറിയ, അപ്പൊ അത് കഴിത്ത് ഇതെല്ലാം മുച്ചു വയ്ക്കുക. അപ്പൊ ഉറക്കം ഞങ്ങൾ അങ്ങനെ ആവുത്തീരാം. ഇസ്ലാം പഠിപ്പാട്ടി ആ ഒരു തെരു മാത്രമേ ഞങ്ങൾ പഠിക്കണം. അപ്പൊ ഇതിനർത്ഥം എന്താ, മയ്യത്തുക്ക് ഞങ്ങ എന്തും ആക്കിയെങ്കിലും കിട്ടില്ല ಅಂತ അല്ല. മയ്യത്തുക്ക് ഞങ്ങ ആക്കിற കൊറിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുണ്ട്, അത് ഞങ്ങ ആക്കണം, അപ്പൊ അങ്ങ് കിട്ടു. ഇപ്പൊ ഉദാഹരണക്ക് മയ്യത്തിൻ്റെ പേരിൽ സ്വതക്ക കൊടുത്തിട്ടായെങ്കിൽ അത് മയ്യത്ത് കിട്ടു, മയ്യത്തിൻ്റെ പേരിൽ ഹജ്ജാക്കിട്ടായെങ്കിൽ അത് മയ്യത്ത് കിട്ടു, മയ്യത്തിൻ്റെ പേരിൽ ഉംറാക്കിട്ടായെങ്കിൽ അത് മയ്യത്ത് കിട്ടു, മയ്യത്തുക്ക് വേണ്ടി ദുആർദണ്ടായെങ്കിൽ അത് മയ്യത്തുക്ക് ഫായ്ദ ആവും. അതല്ല മുട്ടിട്ടു ഇസ്ലാം പഠിപ്പാട്ടാത്തത് ഖുർആൻ ഓതിട്ടായി ഖുർആൻ ഓതിട്ട് ഹദിയാക്കിട്ടായി മയ്യത്ത് കിട്ടില്ല. അങ്ങനെ എവിടും റസൂല സഹാബിരങ്ങ ആരും പഠിപ്പാടിയിട്ടില്ല അല്ലേ. അങ്ങനെ മിച്ച് ഇന്നിരണ്ടായെങ്കിൽ നബിരെ ഖബറിന്റെ മുട്ട സഹാബിരങ്ങ തെച്ചു ഓതണി, അല്ലെങ്കിൽ സഹാബിരങ്ങ പിന്നൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ ഇക്കുമ്പത്തേക്ക് എത്രമാ സഹാബിരങ്ങ മരണപ്പെട്ടാർ. അങ്ങനെ ഓദ്യതായ ഒരു ദലീലും നമുക്ക് കാണാൻ സാധ്യത. അപ്പൊ അതെല്ലാം ബിദാത്തെ ഇട്ടിക്കറി ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഏതായെങ്കിലും ഞങ്ങൾ ചൊന്നു വന്ന വിഷയ ഖുർആൻ ഓതുற മഹത്വത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ എന്താക്കണു എതിർ പറഞ്ഞു ഖുർആൻ യാറ എപ്പം ഓതുക ഞങ്ങൾ കോശിഷാക്കണോ ഇവർ